മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരിക്കേസിൽ പിടിയിലായതോടെ ഓപ്പറേഷൻ തൂഫാൻ കെട്ടടങ്ങിയെന്ന് CPIM. അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുൻപ് വരെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഹൈക്കോടതി വരെ പറഞ്ഞെന്നും ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടുപ്പക്കാർ കുടുങ്ങിയതോടുകൂടി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ കെട്ടടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രമുഖ കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏത് സമയത്തും കടന്നു പോകാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഒന്നിലേറെ തവണ നിയമസഭയിലെ ഓഫീസിൽ വെച്ചു ഹുസൈൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ MLA ഓഫീസിൽ ഇരുന്ന് ഹുസൈൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിന്റെ ഫോട്ടോ ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹുസൈൻ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്ക് മുമ്പ്, ആ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം എത്തിയതായിട്ടും ശരിയായ വിവരങ്ങളുണ്ട്. റിമാൻഡിലുള്ളയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് തയ്യാറാവുന്നില്ല എന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ വേറെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? അപ്പോൾ MDMA കടത്ത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ജില്ല തന്നെ കാസർഗോഡാണല്ലോ, കാസർഗോഡ് നിന്ന് മാറ്റിയപ്പോൾ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലേക്ക് എടുത്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഹൈക്കോടതി ഇതിനിടെ വ്യക്തമാക്കിയിട്ടുള്ളത്.